അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഗർഭധാരണം വൈകുമ്പോൾ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി. അതിൽ ഒന്നാമതായി പറഞ്ഞ കാര്യമാണ് ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് പങ്കാളികൾക്കിടയിലുള്ള സ്നേഹം നിറഞ്ഞ ദാമ്പത്യ ജീവിതവും ലൈംഗികതയും രണ്ടും പെടും. ലൈംഗികപരമായുള്ള കാര്യങ്ങളിൽ 90% പേർക്കും സംശയങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും ചിലരെങ്കിലും ലൈംഗികപരമായ കാര്യങ്ങൾ അറിയാത്തവരായോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ കൊണ്ടു നടക്കുന്നവരോ ആയി ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളുമായും നമുക്ക് സംസാരിക്കേണ്ടി വരുന്നു. അത് പറയുമ്പോൾ ചിലരെങ്കിലും വിമർശിക്കുന്നതും ഈ സമയം കൊണ്ട് പച്ചക്കറി നടാൻ പഠിപ്പിച്ചുകൂടെ, കോഴി വളർത്താൻ പഠിപ്പിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നതും കാണാം. കുട്ടികളില്ലാത്തവരുടെ വിഷമം അവർ അനുഭവിക്കുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്യുമ്പോൾ ഈ പരിഹസിക്കലും അനാവശ്യ കമൻറ്റുകളും അവർ ഒഴിവാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിഷമം അറിയുന്നത് കൊണ്ടാണ് 100ൽ 99 പേർക്കും അറിയാവുന്ന വിഷയമാണെങ്കിൽ പോലും അറിയാത്ത ആ ഒരാളെ നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നതും. വന്ധ്യത, ഗർഭധാരണം എന്ന ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുള്ള ഒരു ചാനലിൽ ഗർഭധാരണത്തിൻ്റെ എല്ലാ വശങ്ങളും പറയുമ്പോൾ സ്വാഭാവികമായി ലൈംഗികതയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ദമ്പതികൾക്കിടയിൽ ഏറെ സംശയമുള്ള ഒരു വിഷയം തന്നെയാണ് ലൈംഗികത. ഗർഭം ധരിക്കാൻ ഏതു ദിവസം ബന്ധപ്പെടണം, എത്ര ദിവസം ബന്ധപ്പെടണം, ഒരു ദിവസത്തിൽ എത്ര തവണ ബന്ധപ്പെടണം, ഇതൊക്കെ പലരും ചോദിക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികളുള്ളവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ അവർ ചിരിക്കുകയുള്ളൂ. ഭൂരിഭാഗം ആളുകൾക്ക് കുട്ടികളായത് ഇതിൻ്റെ ഒന്നും കണക്കെടുത്തിട്ടോ അല്ലെങ്കിൽ ഓവുലേഷൻ സമയം നോക്കി ബന്ധപ്പെട്ടിട്ടോ ഒന്നുമല്ലല്ലോ. ഇപ്പോഴും കുട്ടികളുള്ള പലരോടും ഓവുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവർ മേലോട്ട് നോക്കുകയുള്ളൂ. എന്നാൽ ഗർഭധാരണം നടക്കാതെ വിവാഹം കഴിഞ്ഞു വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതിരിക്കുമ്പോൾ ഈ പറയുന്ന ഓരോന്നിലേക്കും ശ്രദ്ധിക്കേണ്ടി വരുന്നു. കുട്ടികൾ ഉണ്ടാകാനായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പങ്കാളികൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കൃത്യമായി 28 ദിവസങ്ങളുള്ള ആർത്തവ ചക്രമുള്ളവർക്ക് 14ാം ദിവസമാകും അണ്ടവിസർജനം നടക്കുക. ഇവർക്ക് 11 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ഗർഭധാരണത്തിനായി ബന്ധപ്പെടാം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ബന്ധപ്പെടുന്നതിനേക്കാൾ ഫലപ്രദം അതിൻ്റെ 2 ദിവസം മുന്നെയാണ്. ആ നിലയ്ക്ക് 28 ദിവസം ആർത്തവ സൈക്കിൾ ഉള്ളവർക്ക് ആർത്തവത്തിൻ്റെ 11ാം ദിവസം മുതൽ 15 വരെ ഏറ്റവും ഉത്തമമാണ്. ആർത്തവ ചക്രത്തിൽ വ്യത്യാസമുള്ളവർക്ക് ഓവുലേഷനിലും വ്യത്യാസമുണ്ടാകും. സ്ത്രീകളിൽ ഗർഭധാരണം നടക്കാൻ ഏറ്റവും സാധ്യതയുള്ള ദിവസങ്ങൾ കണ്ടെത്തി ബന്ധപ്പെടണം എന്ന് പറയുന്നത് ആ ദിവസങ്ങളിൽ മാത്രം ബന്ധപ്പെടാൻ വേണ്ടിയല്ല. എന്നാൽ ഓരോ തിരക്കുകൾ കൊണ്ടോ ജോലി മൂലമുള്ള ക്ഷീണം കൊണ്ടോ മറ്റുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നത് കാരണമോ കൂടുതൽ ഫെർട്ടിലിറ്റി ഉള്ള ഓവുലേഷൻ ദിവസങ്ങൾ വിട്ടുപോകരുത് എന്ന് കരുതിയാണ് ഓവുലേഷൻ ദിവസങ്ങളിൽ ബന്ധപ്പെടണമെന്ന് പ്രത്യേകം പറയുന്നത്. എന്നാൽ ഇത് തെറ്റിദ്ധരിച്ച് ചിലർ ഈ 1-2 ദിവസങ്ങൾ മാത്രം ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ ഓവുലേഷൻ ദിവസം മാത്രം കാത്തു നിൽക്കരുത്. എല്ലാ ദിവസവും ബന്ധപ്പെടണം എന്നല്ല, ഓരോ ആഴ്ചയിലും 3 തവണയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിക്കേണ്ടതാണ്. അതെന്താ ഒരു തവണ ബന്ധപ്പെട്ടാൽ ആവില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ നോക്കൂ, ഗർഭധാരണം നടക്കാൻ ഒരേ ഒരു ബീജം അണ്ടവുമായി ചേർന്ന് ബീജസങ്കലനം നടന്നാൽ മതി. എന്നിട്ടും കോടിക്കണക്കിന് ബീജങ്ങൾ അതിനുവേണ്ടി പുറപ്പെടുന്നു. ഒരാളുടെ ശുക്ലം ടെസ്റ്റ് ചെയ്തു, 20 മില്യണിൽ താഴെ ബീജങ്ങളെ ഉള്ളൂ എങ്കിൽ അത് പോരാ, നിങ്ങൾക്ക് കൗണ്ട് കുറവാണ് എന്നാണ് ഡോക്ടർമാർ പറയുക. അതായത് അത്ര ഉണ്ടായിട്ട് പോലും അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നിരിക്കെ ആണ്ടിലോ അമാവാസിയിലോ 1-2 തവണ ബന്ധപ്പെടുന്നവർക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയും? അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 3 തവണയെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം ലൈംഗിക ബന്ധം രസകരവും സന്തോഷകരവുമാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ പ്രവർത്തികൾ ആസ്വാദ്യകരമല്ലാതെയും സ്ട്രെസ്സോട് കൂടിയുമാകാം. അത് ഫലം ചെയ്യാതെ പോകും. എത്രത്തോളം കൂടുതൽ അടുപ്പം കാണിക്കുന്നുവോ അത്രത്തോളം കുഞ്ഞ് എന്ന സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ലൈംഗിക ബന്ധ സമയം പുരുഷൻ ശരിയായ പൊസിഷൻ തിരഞ്ഞെടുത്ത് ബീജം ഉള്ളിലേക്ക് കടത്തിവിടണം. ഗർഭം ധരിക്കാൻ ഏറ്റവും നല്ല രീതി മിഷണറി പൊസിഷനാണ്. ബീജത്തിന് എഗ്ഗിലേക്ക് നീങ്ങാൻ ഗുരുത്വാകർഷണം കൂടുതൽ കിട്ടുന്ന പൊസിഷനാണിത്. കൂടാതെ കൂടുതൽ നേരം ബീജം യോനി പ്രദേശത്ത് നിൽക്കാനും ഇത് സഹായിക്കും. ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബീജം ഫെലോപ്യൻ ട്യൂബിൽ കയറാൻ സഹായിക്കുന്ന പൊസിഷനുകൾ തന്നെ തിരഞ്ഞെടുക്കുക.
ബന്ധപ്പെട്ടതിന് ശേഷം ഒരു 20-30 മിനിറ്റ് നേരം ബെഡിൽ തന്നെ കിടക്കുക. ഇതിനു ശേഷം മാത്രം മൂത്രമൊഴിക്കുകയോ കഴുകുകയോ ചെയ്യാം. ഇത് ബീജം യോനിയിൽ തന്നെ ആയിരിക്കാനും സഹായിക്കും. ആഴത്തിൽ ലിംഗപ്രവേശം സാധ്യമാകുന്ന ലൈംഗിക പൊസിഷനുകൾ സ്വീകരിക്കുന്നത് ഗർഭധാരണ സാധ്യത കൂട്ടുന്ന കാര്യമാണ്. ജെല്ലുകൾ പോലുള്ള കൃത്രിമ ലൂബ്രിക്കന്റുകൾ ബീജത്തിന്റെ ചലനശേഷിയെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഇവ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ദിവസവും ബന്ധപ്പെടുന്നത് ബീജത്തിന്റെ ചലനശേഷിയെ ബാധിക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും. പുരുഷ ശരീരത്തിൽ ഓരോ സെക്കൻഡിലും 1500ഓളം ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെയുള്ള സംഭോഗം വഴി ഗർഭധാരണ ശേഷി മെച്ചപ്പെടുകയുള്ളൂ. ഇങ്ങനെ ബന്ധപ്പെടുന്നവരിൽ ഒരു ആർത്തവ ചക്രത്തിൽ ഗർഭധാരണം നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. പുരുഷന്മാരിൽ ബീജങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഭക്ഷണങ്ങളും മരുന്നുകളും മാത്രമല്ല, തൻ്റെ പങ്കാളിയുടെ സ്നേഹം നിറഞ്ഞ ഇടപെടലുകൾക്കും ലാളനകൾക്കും കഴിയുമെന്നും ആ ബീജങ്ങൾ ശക്തിയുള്ളവായിരിക്കുമെന്നു കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരേ ദിവസം തന്നെ ഒന്നിനു പിറകെ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ രണ്ടാമതൊരു തവണ കൂടി ബന്ധപ്പെടുന്നത് ഗർഭധാരണത്തെ സഹായിക്കും. നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പറായുള്ള ലൈംഗികത, അതായത് ആഴ്ചയിൽ 3 തവണയെങ്കിലും എന്നുള്ളത് രണ്ടുപേരുടെയും ഗർഭധാരണ സാധ്യത വളരെ കൂട്ടുന്ന കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് ആരോഗ്യവും പുതിയതുമായ ബീജങ്ങൾ ഉണ്ടാവാൻ ഇത് സഹായിക്കും. ചൂട്, ഭക്ഷണശൈലി തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ചലനശേഷിയും മറ്റും നഷ്ടപ്പെട്ട ആക്റ്റീവ് അല്ലാത്ത ബീജങ്ങൾ പുറത്തു പോകാനും ഇത് വഴിയൊരുക്കും. മാത്രമല്ല, ഇടവിട്ടെങ്കിലും ലൈംഗികത തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അതിലേക്ക് താല്പര്യവും ഉണ്ടാവുകയുള്ളൂ. നല്ല ലൈംഗികത പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും സ്ട്രെസ്, പിരിമുറുക്കം എന്നിവ ഇല്ലാതാക്കുകയും ചെയ്യും. മൊത്തത്തിൽ നല്ല ഒരു മാനസികാവസ്ഥക്കും ഉറക്കം ലഭിക്കുന്നതിനും അത് കാരണമാവുകയും ചെയ്യും. നല്ല ലൈംഗികത സ്ത്രീകളിൽ സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ലൈംഗികത കൂടുതൽ ആസ്വാദ്യമാക്കാനും ബീജങ്ങൾക്ക് ഫലോപ്യൻ ട്യൂബിലേക്ക് എളുപ്പത്തിൽ ചലിക്കാനും കാരണമാകുന്നു. രതിമൂർച്ചയോടെ ഉണ്ടാകുന്ന യോനിയിലെ സങ്കോചങ്ങൾ ശുക്ലത്തെ കൂടുതൽ ഉള്ളിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നു. നല്ല ലൈംഗികതയും രതിമൂർച്ചയും സംതൃപ്തികരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് സ്ത്രീയെ എത്തിക്കുകയും ക്ഷീണം കാരണം ഒരു ദീർഘ വിശ്രമത്തിലേക്ക് അവളെ നയിക്കുകയും ചെയ്യുന്നു. ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീ എല്ലാം മറന്നുള്ള, ടെൻഷൻ ഇല്ലാത്ത, പിരിമുറുക്കങ്ങളില്ലാത്ത ഒരവസ്ഥ അവൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. തൻ്റെ ഭർത്താവുമൊത്തുള്ള സംയോഗ സുഖത്തിൻ്റെ അനുഭൂതിയുടെ ആലസ്യത്തിലേക്ക് വീണുള്ള ആ മയക്കത്തിൽ അവളുടെ ഉള്ളിൽ തൻ്റെ പ്രിയതമൻ്റെ ബീജങ്ങൾ ലക്ഷ്യകേന്ദ്രമായ അണ്ടത്തെ തേടിയുള്ള യാത്രയിലായിരിക്കും. ആ യാത്രയെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ അല്പസമയം കൂടി അതേ പൊസിഷനിൽ ഭർത്താവ് തുടരേണ്ടതുണ്ട്. സ്ഖലനം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിട്ടുമാറുന്നവരുണ്ട്. അത് പാടില്ല. അവളെ ആശ്ലേഷിച്ചുകൊണ്ട് ഈ അനുഭൂതിയും അനുഗ്രഹവും സന്തോഷവും എല്ലാം തന്ന അള്ളാഹുവിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് അവളുടെ നെറ്റിത്തടത്തിൽ സ്നേഹചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് വേണം ആ നിമിഷങ്ങൾക്കൊരു വിരാമമിടാൻ. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.